അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഔസിനി നബിയെ, എന്നെ ഒന്ന് ഉപദേശിക്കുമോ, എനിക്കൊരു വസിയത്ത് പറഞ്ഞു തരുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുദിൽ അംറ ബിത്തദ്ബീർ, ഏതൊരു കാര്യം നീ ജീവിതത്തിലേക്ക് പകർത്തുമ്പോഴും നീ ആ കാര്യത്തിൽ നന്മയുണ്ടോ എന്ന് അന്വേഷിക്കണം. ആ കാര്യം അവസാനം നന്മയാണ് നിനക്ക് പകരം തരുന്നതെങ്കിൽ തീർച്ചയായും നിനക്ക് അത് തുടരാം, ആ കാര്യം മുറുകെ പിടിക്കാം. അതേ സമയത്ത് ഏതൊരു കാര്യത്തിലേക്ക് നീ അടുക്കുമ്പോഴും ആ വിഷയത്തിൽ വല്ല തെറ്റും വരുമെന്ന് ഭയപ്പെട്ടാൽ, വല്ല കുറ്റവും ഉണ്ടാകുമെന്ന് പേടിച്ചാൽ ആ വിഷയത്തിലേക്ക് ഒരിക്കൽ പോലും നീ ചെല്ലരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഹദീസ് മുസ്ലിമായ മുഅ്മിനായ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യണം. നാം ഏതൊരു കാര്യവും, ഇബാദത്തുകൾ, സൽക്കർമ്മങ്ങൾ, നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളിലും നാം ഇടപെടുമ്പോൾ തീർച്ചയായും ആ കാര്യത്തെക്കുറിച്ച് ഇസ്ലാമിക വീക്ഷണം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുകയും അതിന്റെ അവസാനം നമുക്ക് അത് ഗുണമായി ഭവിക്കുന്നുവെങ്കിൽ തീർച്ചയായും ആ വിഷയം നമുക്ക് സ്വീകരിക്കാവുന്നതും, അതേസമയം ഈ ഒരു കാര്യത്തിലേക്ക് ഞാൻ ഇറങ്ങി പുറപ്പെട്ടാൽ ഇതിന്റെ അവസാനം എന്നല്ല, ഇതിൽ തന്നെ പല തെറ്റുകുറ്റങ്ങളും പല ദോഷങ്ങളും, എനിക്ക് അനുഭവിക്കാൻ പാടില്ലാത്ത പല സുഖ സൗകര്യങ്ങളും ഇതിൽ വന്നു പോകുമോ എന്ന് ഭയപ്പെടുകയും അതിൽ നിന്ന് മാറി നിൽക്കാനും നമുക്ക് കഴിയണം. പ്രിയമുള്ളവരെ, ഒരു വിശ്വാസി എല്ലാ വിഷയത്തിലേക്കും ഇറങ്ങിച്ചെല്ലാൻ പാടില്ല. അതിനെക്കുറിച്ച് നല്ല പഠനം നടത്തി അത് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്നതാണെന്ന് ഉറപ്പുവരുത്തണം. ദുനിയാവിലോ ആഖിറത്തിലോ നമുക്കത് അപകടകരമായി അനുഭവിക്കുമെന്ന് ഭയപ്പെട്ടാൽ തീർച്ചയായും അതിൽ നിന്ന് പിന്മാറുകയും അള്ളാഹുവിനെ ഭയപ്പെടുകയും ചെയ്യണം. അള്ളാഹുവിന്റെ വിശാലമായ അനുഗ്രഹത്തെക്കുറിച്ച് നാം എപ്പോഴും ഓർക്കണം.